സൗദി പ്രോ ലീഗിൽ കിരീടം നേടാൻ സാധിക്കാത്തതിന്റെ നിരാശയിലാണ് അൽ നസർ എഫ് സി. പോർച്ചുഗൽ ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ 2023 ജനുവരി 1 മുതൽ ക്ലബ്ബിൽ എത്തിച്ചെങ്കിലും ഇതുവരെ ഒരു പ്രധാന ട്രോഫിയിൽ പോലും മുത്തം വയ്ക്കാൻ അൽ നസർ എഫ് സിക്ക് സാധിച്ചിട്ടില്ല. 2024-25 സീസണിൽ സൗദി പ്രോ ലീഗ് കിരീടത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും അൽ നസർ എഫ് സി സംതൃപ്തിപ്പെടില്ല എന്ന് ചുരുക്കം. 2022-2023 അതുപോലെ 2023-2024 സീസണുകളിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ മാത്രമാണ് അൽ നസർ എഫ് സിക്ക് സാധിച്ചിട്ടുള്ളത്. 2018-19 സീസണിലാണ് അൽ നസർ അവസാനമായി സൗദി പ്രോ ലീഗ് കിരീടത്തിൽ മുത്തം വെച്ചത്. 2023-24 സീസണിലാണെങ്കിലും ഒരു സുപ്രധാന കിരീടം പോലും നേടാൻ സാധിച്ചുമില്ല. 2025 അവസാനം ക്രിസ്ത്യാനോയും അൽ നസറും തമ്മിലുള്ള കരാർ അവസാനിക്കാനും പോവുകയാണ്. 2024-25 സീസണിലേക്ക് മുൻനിര താരങ്ങളെ റാഞ്ചാനുള്ള ശ്രമം നടക്കുന്നതിനിടെ ഇരുട്ടടിയായി ഒരു പ്ലെയർ അൽ നസർ എഫ് സി ക്യാമ്പ് വിട്ട് പുറത്തുപോയേക്കും എന്നുള്ള സൂചന കൂടുതൽ ശക്തമാവുകയാണ്. 2024 യുവേഫ യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിൻ ടീമിലെ നിർണായക അംഗമായ എയ്മറിക് ലാപ്പോർട്ടയാണ് അൽ നസർ എഫ് സിയിൽ നിന്ന് പുറത്തുപോകാൻ ശ്രമിക്കുന്നത്. 2023-24 സീസണിന്റെ അവസാനത്തോടെ അൽ നസർ എഫ് സി വിടാനുള്ള ആഗ്രഹം എയ്മറിക് ലാപ്പോർട്ട് അറിയിച്ചിരുന്നു. 2024 യുവേഫ യൂറോ കപ്പ് സ്വന്തമാക്കിയ സ്പാനിഷ് ടീമിന്റെ നിർണായക സാന്നിധ്യമായ ഡാനി ഓൾമോയെ സ്വന്തമാക്കാൻ അൽ നസർ എഫ് സി ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് എയ്മറിക് ലാപ്പോർട്ട് പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നത്. 3 ഗോളുകൾ നേടുകയും 2 ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്ത മിന്നും പ്രകടനമായിരുന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഡാനി ഓൾമോ 2024 യുവേഫ കപ്പിൽ നടത്തിയത്. ഡാനി ഓൾമോയ്ക്ക് വേണ്ടി എഫ് സി ബാഴ്സലോണയും രംഗത്തുണ്ടെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. 2023 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സൂപ്പർ ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിയിൽ നിന്നാണ് എയ്മറിക് ലാപ്പോർട്ട് അൽ നസർ എഫ് സിയിലെത്തിയത്. അൽ നസറിന് വേണ്ടി ഇതുവരെ ആകെ 39 മത്സരങ്ങളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. 4 ഗോളുകൾ നേടുകയും 1 ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിക്ക് വേണ്ടി 180 മത്സരങ്ങളിൽ ഇറങ്ങിയ എയ്മറിക് ലാപ്പോർട്ട് 12 ഗോൾ നേടി 4 ഗോളിന് അസിസ്റ്റും നടത്തിയിട്ടുണ്ട്. 27.5 മില്യൺ യൂറോ ട്രാൻസ്ഫറിലായിരുന്നു ഈ സ്പാനിഷ് സെന്റർ ബാക്ക് അൽ നസർ എഫ് സിയിലേക്ക് എത്തിയത്. സ്പാനിഷ് ക്ലബിലേക്ക് ചേക്കേറാനാണ് എയ്മറിക് ലാപ്പോർട്ടയുടെ ശ്രമം എന്നാണ് വിവരം. സ്പാനിഷ് ക്ലബ് മുന്നോട്ട് വെച്ച 13 മില്യൺ യൂറോ ട്രാൻസ്ഫർ നീക്കത്തോട് അൽ നസർ മുഖം തിരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. എയ്മറിക് ലാപ്പോർട്ടെ സൗദി പ്രോ ലീഗിൽ എത്തിയപ്പോൾ മുതൽ അവിടുത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അൽ നസർ എഫ് സിയിലെ അന്തരീക്ഷം ലാപ്പോർട്ടെ ആഗ്രഹിച്ചതുപോലെ അല്ലെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ആരാധകർക്ക് ലഭിച്ച സൂചന. യുവേഫ യൂറോ കപ്പിലെ 7 മത്സരങ്ങളിൽ 6ലും ലാപ്പോർട്ടെ കളത്തിലിറങ്ങിയിരുന്നു. നിർഭാഗ്യവശാലാണ് 2024 യൂറോയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ലാപ്പോർട്ടയ്ക്ക് ലഭിക്കാതിരുന്നത്.